വിധിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ സംഭവം ഉണ്ടായത് മുതൽക്ക് ഉം. ഇതിൻ്റെ നാളുവഴികളിൽ എൻ്റേതായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഓക്കെ. സംഭവം നടന്ന സമയത്ത് തന്നെ ആ. ഇതിൻ്റെ പുറകിൽ ഇന്ന ആളുകളായിരിക്കും എന്ന് ഞാൻ ഏതാണ്ട് ഊഹിച്ചിരുന്നു. ഓക്കെ. പിന്നീട് ഈ പൾസർ സൂനി അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം വഴിമുട്ടി നിൽക്കുകയും ചെയ്ത സമയത്ത് ഈ കേസ് പുറത്തുവിട്ടിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ എന്ന് പറയുന്നത് നമ്മുടെ യശശരീരനായ തൃക്കാക്കര MLA ശ്രീ PT തോമസ് ആയിരുന്നു. ഓക്കെ. PT തോമസ് കൃത്യസമയത്ത് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിൽ ചെല്ലുകയും ഈ അതിജീവിതയെ കാണുകയും അവരുടെ കണ്ണീരിൽ കുതിർന്ന കഥന അവിടെ വെച്ച് അറിയുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ സിനിമാ രംഗത്തുള്ള മാഫിയ ഈ പ്രശ്നം ഒത്തീർപ്പാക്കി ഒരു പരാതി പോലും ഇല്ലാതെ തീർക്കുമായിരുന്നു. അതൊക്കെ ചെയ്യാൻ പറ്റിയ വലിയ ഖലന്മാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. സിനിമാ രംഗത്ത് വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. ആ മാഫിയ പ്രവർത്തനത്തിൻ്റെ കാണപ്പെട്ട ഒരറ്റമാണ് നമ്മുടെ പൾസർ സൂനി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇതിൽ വലിയ ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പണത്തിൻ്റെ വലിയ ഇടപാടുണ്ട്. ചില പ്രധാന നടന്മാർക്കും സിനിമയെ നയിക്കുന്ന മറ്റ് ഗൂഢശക്തികൾക്കും ബന്ധമുണ്ട്, പങ്കുണ്ട്. ഇക്കാര്യം മനസ്സിലായിക്കൊണ്ട് PT തോമസാണ് ഈ വിഷയം ഇടപെട്ടത്. അദ്ദേഹം അപ്പോൾ തന്നെ ഇത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ദിനേശിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. IG ആയിരുന്ന വിജയനെ വിളിച്ചു പറഞ്ഞു. പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിച്ചു പറഞ്ഞു. നിശ്ചയമായിട്ടും ഇതിൽ അന്വേഷണം ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. പിറ്റേ ദിവസം അദ്ദേഹം രമേശ് ചെന്നിത്തല നടത്തുന്ന ഒരു ഉപവാസ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ഹരിപ്പാട്ടേക്ക് പോകുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ മനോരമയുടെ ലോക്കൽ പേജിൽ ഒരു വാർത്ത വരുന്നു. ലോക്കൽ പേജിൽ വന്ന വാർത്ത കണ്ട് മനോരമയുടെ TV ചാനലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് മറ്റ് ചാനലുകൾ ഏറ്റുപിടിച്ചു. ആദ്യഘട്ടത്തിൽ നമ്മുടെ വിവരദോഷികളായ മാധ്യമപ്രവർത്തകർ ഈ നടിയുടെ പേരടക്കമാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് വീണ്ടും വിചാരമുണ്ടായിട്ട് ഈ നടിയുടെ പേര് പിൻവലിച്ചു. ഒരു പ്രമുഖ നടി എന്ന രീതിയിൽ വാർത്ത കൊടുത്തു. അതിൽ അന്വേഷണം വഴിമുട്ട് എന്ന അവസ്ഥയിൽ പൾസർ സൂനി അറസ്റ്റ് ചെയ്തു, മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം അവിടെ കൊണ്ട് അവസാനിക്കും എന്ന ഒരു ധാരണ വന്ന ഘട്ടത്തിൽ മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഇനിയും പ്രതികളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ കൊട്ടേഷനുണ്ട് എന്നുള്ളത് വെറും ഭാവന മാത്രമാണ് എന്നൊരു കുത്തുവാക്കൂടി പറഞ്ഞ സമയത്താണ് PT തോമസ് എറണാകുളത്ത് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ സത്യാഗ്രഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ 24 മണിക്കൂർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരനാണ്. അന്ന് തന്നെ ഈ ഉപവാസ സമരം മുടക്കാനായിട്ട് എറണാകുളത്ത് 2 കോൺഗ്രസ് MLAമാർ, 2 UA MLAമാർ അവരാൽ കഴിയുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചു നോക്കിയതാണ്. കാരണം അവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് പല നിക്ഷിപ്ത താല്പര്യങ്ങളും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഏതായാലും ഉപവാസം VM സുധീരൻ തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു. ആ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരാളാണ് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും ഒരു ശരിയായ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുടെ ഒപ്പമാണ് ഞാൻ എല്ലായ്പ്പോഴും നിൽക്കുന്നത്. അതിനൊന്നും രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. PT തോമസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. അദ്ദേഹം ഈ ഉയർത്തിയ വിഷയത്തിൽ ഇടപെടാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറഞ്ഞ ആളാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ആളാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കിടപ്പുവശത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്ക് അന്ന് തന്നെ ഉണ്ട്. പിന്നെയാണ് കുറ്റപത്രം കൊടുക്കുന്നു, വിചാരണ നടക്കുന്നു. വിചാരണയുടെ ആദ്യഘട്ടത്തിൽ തന്നെ മൊഴി കൊടുത്ത ഒരാളാണ് PT തോമസ്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് എന്നെ വിളിക്കുന്നുണ്ട്. അത് കോവിഡ് സമയമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ വിചാരണ ശരിയായ ദിശയിലല്ല പോകുന്നത്. അവിടുത്തെ ന്യായാധിപ പ്രകടമായും പക്ഷപാതിത്വം പുലർത്തുന്ന രീതിയിൽ പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റ് സാക്ഷികളുടെയും അനുഭവം ഒട്ടും തന്നെ വ്യത്യസ്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രവുമല്ല, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിയുടെ വക്കീലാണ്. എന്നിട്ട് PT തോമസ് എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ആ പ്രോസിക്യൂട്ടറായിട്ട് സംസാരിക്കണം, അയാളുടെ രാജിവെച്ച് പോകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജയശങ്കർ കൂടി ഒന്ന് പറയണം എന്ന് പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുരനുഭവങ്ങളൊക്കെ എന്നോട് പങ്കുവച്ചു. രാജി വെക്കുന്നതിൻ്റെ വക്കീലാണ്. ഏതായാലും ഈ കോടതി മാറ്റാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കുന്നുണ്ട്, അതിജീവിതയും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് കോടതി മാറ്റാനുള്ള ഉത്തരവുണ്ടാവും എന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതേ കോടതിയിൽ തന്നെ വിചാരണ തുടരണം, പ്രതികൾക്കും പ്രോസിക്യൂഷനും ആർക്കും പരാതിക്ക് ഇട നൽകാത്ത രീതിയിൽ വേണം ട്രയൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന രീതിയിലൊരു നിർദ്ദേശത്തോടെ ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് ഇതേ വിധി സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയി. പിന്നീട് വന്ന പ്രോസിക്യൂട്ടറും ഇതേ അനുഭവം ഉണ്ടായതിനെ തുടർന്ന് രാജിവെച്ച് പോയി. അതിനുശേഷമാണ് തിരുവനന്തപുരത്തുകാരനായ അഡ്വക്കേറ്റ് അജകുമാർ ഇതിൻ്റെ പ്രോസിക്യൂട്ടറായിട്ട്
ചുമതലയേറ്റു. അദ്ദേഹം ഏറെക്കുറെ സാഹസികം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ വിചാരണ പൂർത്തീകരിച്ചു. അപ്പോൾ ഇതിൽ പല വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉണ്ടായിട്ട്, അപ്പോൾ ആ നാൾ വഴിയൊന്നും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ 1 മുതൽ 6 വരെ പ്രതികൾക്ക് ശിക്ഷ കിട്ടും. അവരുടെ പേരിലുള്ള കുറ്റം ആരോപണങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ദിലീപ് അടക്കം ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാരോപിക്കപ്പെടുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ വേണ്ടത്ര ശക്തമല്ല. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട പല സാക്ഷികളും ഈ ദിലീപിനെ കുറ്റകൃത്യവുമായിട്ട് ബന്ധിപ്പിക്കുന്ന സാക്ഷികൾ പലരും കൂറുമാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ കേസ് ആ ഭാഗത്ത് ദുർബലമാണ്. ഇതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഭാഗം ദുർബലമായതുകൊണ്ടാണ് ദിലീപ് അടക്കം ഗൂഢാലോചനക്കാരായ പ്രതികൾ, അതുപോലെ കുറ്റവാളികൾ ഒളിപ്പിച്ച പ്രതികളൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയുള്ള ഒരു വിധിയാണ് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു നീതിന്യായ കോടതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ തെളിവാണ് പ്രധാനം. ഇപ്പോൾ ഈ കേസിൽ ദിലീപ് എന്ന് പറഞ്ഞ സിനിമാറിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് എനിക്കൊരു സംശയമില്ല. എനിക്ക് യാതൊരു സംശയമില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പക്ഷേ എൻ്റെ ബോധ്യമല്ലല്ലോ. ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് ആവശ്യം. അപ്പോൾ മാത്രമല്ല, ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഗൂഢാലോചനയിൽ വേറെ സാക്ഷികളാരും ഉണ്ടാവില്ല. ഈ കുറ്റം ചെയ്ത ആളും അതിനെ പ്രേരിപ്പിച്ച ആളും അതുപോലെയുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരാൾ പുറത്ത് വന്നിട്ട് ഇന്നമാതിരി സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രമേ അത് തെളിയിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരാൾ വന്ന് മാപ്പുസാക്ഷിയായി മൊഴി കൊടുത്താലും ആ മാപ്പുസാക്ഷിയുടെ മൊഴി പോലും കോടതി ഒരു നുള്ളു ഉപ്പും കൂടി കൂട്ടിയിട്ട് വിഴുങ്ങുകയുള്ളൂ. അതേപടി വിശ്വസിക്കുകയില്ല. അതിന് പ്രസിദ്ധമായൊരു ഉദാഹരണം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ചു വന്ന കേസാണ്. ഗാന്ധി കൊലക്കേസിൽ ഇതുപോലെ ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഉപജീവിച്ചത് ആ സന്ദർഭത്തിൽ ഈ ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ ചെന്ന് സവർക്കറുടെ അനുഗ്രഹ ആശീസ്സുകൾ വാങ്ങി ഡൽഹിക്ക് പുറപ്പെടുന്ന പ്രധാന പ്രതികൾ, അതായത് നാഥുറാം ഗോഡ്സെ അതുപോലെ നാരായൺ ആപ്തെ, ഇവർ രണ്ടുപേരെയും സാവർക്കർ ആശീർവദിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. വിജയ് ഭവ, നിങ്ങൾ ഇത് വിജയിച്ചു വരൂ എന്ന് പറഞ്ഞാണ് വിടുന്നത്. അതിന് ഒരു സാക്ഷി ഉണ്ടായിരുന്നുള്ളൂ. അത് ദിഗംബർ ബാഡ്ജെ എന്ന് പറഞ്ഞ അന്നത്തെ ഈ സവർക്കറുടെ ഒരു ആശ്രിതനാണ്, അവിടുത്തെ ഒരു അന്തേവാസിയാണ്. അപ്പോൾ അദ്ദേഹം മാപ്പസാക്ഷിയായി അദ്ദേഹം ഈ കാര്യം കോടതിയിൽ പറഞ്ഞു. പക്ഷേ ഈ മാപ്പസാക്ഷിയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ശിക്ഷിക്കാൻ പറ്റുകയില്ല. അതിന് സ്വതന്ത്രമായ മറ്റ് തെളിവുകൾ കൂടി വേണം. ഇൻഡിപെൻഡൻറ്റ് കൊറോബറേഷൻ എന്ന് പറയും. അതില്ലാത്തതുകൊണ്ട് സവർക്കർ വെറുതെ വിടുകയാണ് ചെയ്തത്, നമ്മുടെ ബി ഡി സവർക്കർ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ആ കേസിൽ, മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ പോലും തെളിവിൻ്റെ മാനദണ്ഡം അതാണ്. ഏത് കേസിലും ഇപ്പോൾ ഇവിടെ അതുപോലും ഇല്ല. അപ്പോൾ ആ രീതിയിലുള്ള തെളിവുകൾ ഈ കേസിൽ താരതമ്യേന കുറവായിരുന്നു. ഉള്ള തെളിവുകൾ തന്നെ ദുർബലമായിരുന്നു. അതൊരു കോടതിക്ക് വിശ്വസനീയമായി തോന്നിയില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വിധിയെ സംബന്ധിച്ച് പലർക്കും പല എതിരഭിപ്രായങ്ങളും ഉണ്ട്. അതിന് ഇനി പരിഹാരമാർഗം എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഹൈക്കോടതി ഈ തെളിവും അതുപോലെ രേഖകളും മൊഴികളും എല്ലാം പരിശോധിച്ച് പുനഃപരിശോധിച്ച് ഒരു അന്തിമ വിധി പുറപ്പെടുവിക്കും. അതുവരെ നമ്മൾ ക്ഷമിച്ചിരുന്നേ പറ്റുള്ളൂ. മാധ്യമങ്ങൾക്കും അത് വനിതാവകാശ പ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും ഈ കാര്യത്തിൽ എന്താണ് ഹൃദയവേദനയുള്ള എല്ലാ ആളുകൾക്കും അതല്ലാതെ വേറെ യാതൊരു പരിഹാരവും നിയമപരമായിട്ട് സാധ്യമല്ല.